ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശുഭ ദിവസങ്ങളെപ്പറ്റി കാത്തിരിക്കുന്നവരും അശുഭ ദിവസങ്ങളെപ്പറ്റി ശപിക്കുന്നവരും മനസ്സ് വൃഥ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ഓരോരോ ദിവസങ്ങളെയും കടന്നു ജീവിക്കുന്ന സാഹചര്യത്തിൽ ഒരു നല്ല ദിവസത്തെപ്പറ്റി ചിന്തിക്കുക, നല്ല സമയത്തെപ്പറ്റി ചിന്തിക്കുക, നടക്കാൻ വേണ്ടി കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഇരിക്കുക. നമ്മൾ ഓരോരുത്തരും ഓരോരോ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമോ? അതായത് ഒരു വാഹനം വാങ്ങിക്കാൻ പറ്റുമോ? ഒരു ആഭരണം വാങ്ങിക്കാൻ പറ്റുമോ? ഒരു ഭവനം, സ്വപ്ന ഭവനം നമ്മൾക്ക് നേടാൻ പറ്റുമോ? ധനം വന്നു ചേരുമോ? നാളേക്ക് കിട്ടാനുള്ള ധനം കിട്ടുമോ? ഇന്ന സ്ഥലത്തേക്ക് പോകാനുണ്ട്, അത് നമുക്ക് പോകാൻ പറ്റുമോ? ഒരു തീർത്ഥാടനം പോകാൻ നടക്കുമോ എന്നൊക്കെ പറ്റി നിൽക്കുന്ന ദിവസങ്ങൾ ഓരോന്നുമുണ്ട്. ആ ഓരോരോ ദിവസത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതായത് ഓരോ ദിവസത്തെ പറ്റി പറയുമ്പോൾ സമയത്തും ഓരോരോ ദിവസങ്ങളെ പറ്റി നമ്മൾ ശപിക്കാറുണ്ട്, അതുപോലെ തന്നെ ചിന്തിക്കാറുണ്ട്, അതുപോലെ ആലോചിക്കാറുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളെ പറ്റിയാണ് പറയുന്നത്. ശുഭഫലങ്ങൾ കേൾക്കുക, ശുഭഫലങ്ങൾ നടന്നിരിക്കുക, അശുഭകാര്യങ്ങൾക്ക് വിട കൊടുക്കുക, ശുഭകാലങ്ങളെപ്പറ്റി പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഒരു ഉദാഹരണത്തിന് വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ഒന്നും സെറ്റാവാതെ നിൽക്കുന്നവർക്ക്, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക്, കാണാൻ ആഗ്രഹിക്കുന്നവർക്ക്, വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ എന്ത് നടക്കും എന്നുള്ള ചിന്തയോടുകൂടി ഇരിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ഓരോരോ ദിവസങ്ങളും തള്ളി നീക്കുമ്പോൾ ഒരു ശുഭഫലം വരുമോ എന്നൊരു ദിവസത്തെപ്പറ്റി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ദിവസത്തെ പറ്റിയാണ് പറയുന്നത്. അതായത് അവിട്ടം, ചതയം, പൂരോരട്ടാതി എന്ന നക്ഷത്രക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം 5, 6, 7 തീയതികൾ ശുഭഫലങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ശുഭ ദിവസങ്ങളായിട്ട് കണക്കാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ശുഭഫലങ്ങൾ കേട്ടിരിക്കുകയും ശുഭഫലങ്ങൾ അനുഭവിച്ചറിഞ്ഞിരിക്കുകയും ചെയ്യും. അത് ഏത് വിഷയത്തിലൂടെ ആയിക്കോട്ടെ, അതായത് ഇന്ന വിഷയം എന്നില്ല, ഏത് വിഷയത്തിലായിക്കോട്ടെ, ഒരു ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ദിവസമായിക്കോട്ടെ, ഒരു ധനം വന്ന് ചേരുന്ന ദിവസമായിക്കോട്ടെ, ഒരു ബിസിനസ് കൂടുതൽ നടത്തി അതിൽ ലാഭം കിട്ടുന്ന ദിവസമായിക്കോട്ടെ, ഒരു ഭൂമി കച്ചവടത്തിലൂടെ ധനം സമ്പാദിക്കുന്ന വിഷയമായിക്കോട്ടെ, ഒരു ലാഭവിഹിതം വന്ന് കിട്ടുന്നതായിക്കോട്ടെ, ഒരു ലോട്ടറി ടിക്കറ്റ് ഭാഗ്യവശാൽ ധനം കിട്ടുന്നതായിക്കോട്ടെ, അതുപോലെ പറഞ്ഞ സാധനങ്ങൾ വീട്ടിലേക്ക് വരുന്ന ദിവസം നമ്മൾക്ക് എന്തായാലും ആഹ്ലാദം ഉണ്ടാവുമെന്നതിൽ സംശയമില്ല. അങ്ങനെ ഒരു ടിവിയോ, ഫ്രിഡ്ജോ, വാഷിംഗ് മെഷീനോ, AC അല്ലെങ്കിൽ അലമാരിയോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളെല്ലാം വീട്ടിലേക്ക് വരുന്ന ദിവസം ഒരു ആഹ്ലാദം ഉണ്ടാവും. കുട്ടികൾ പരീക്ഷാദികളിൽ വിജയിച്ച് അല്ലെങ്കിൽ അവർ വിദേശത്ത് ജോലി പോയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് മാസങ്ങളായിട്ടും കിട്ടാതെ പെട്ടെന്ന് കിട്ടിയെന്നുള്ള ശുഭവാർത്തകൾ അറിയുന്ന ഒരു ദിവസങ്ങൾ, അല്ലെങ്കിൽ അവനവൻ തന്നെ ജോലികൾ ഇൻ്റർവ്യൂ നടത്തുന്ന ദിവസങ്ങൾ, രോഗശയ്യയിൽ കിടക്കുന്നവർക്കെല്ലാം രോഗത്തിൽ നിന്ന് മോചനം നേടി അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകൾക്ക് വേണ്ടി നിൽക്കുന്ന ആ ദിവസങ്ങൾ, അങ്ങനെയുള്ള ദിവസങ്ങളെ പറ്റി നമ്മൾ ആകാംക്ഷയോടുകയും ചിന്തയോടുകൂടി നിൽക്കുന്നവരും ശുഭയാത്രകൾ കൊണ്ട് പ്രയോജനപ്പെടുകയും ചെയ്യുന്ന ദിവസങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. 5, 6, 7 എന്ന തീയതികൾ, ഓഗസ്റ്റ് 5, 6, 7 തീയതികൾ ഈ ഔട്ടൻ, ചതയം, പൂരോരട്ടാതി നക്ഷത്രക്കാർക്ക് ശുഭഫലങ്ങളും കേട്ടിരിക്കാനും ശുഭഫലങ്ങൾ വന്ന് ചേരുവാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒത്തുവരുന്ന ഒരു ദിവസമായിട്ടാണ് ഞാൻ കണക്കിലെടുത്ത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ ഓരോരോ പാദങ്ങളെ കണക്കാക്കിയും അതിൽ നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിശകളെ കണ്ടുപിടിക്കുകയും അങ്ങനെ കണ്ടുപിടിച്ച് എടുത്തിരിക്കുന്ന ദിവസങ്ങൾ അടുപ്പിച്ച് വരുന്ന ഒരു ദിവസങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് ചിലപ്പോൾ ചീത്ത ദിവസങ്ങളായിരിക്കാം വരുന്നത്. ഈ 5, 6, 7 കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ചീത്ത ദിവസങ്ങളായിരിക്കാം വരുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ചില സമയത്ത് ശുഭഫലങ്ങൾ വരും. ചിലപ്പോൾ അതിൻ്റെ മുന്നേ ചിലപ്പോൾ ചീത്ത ദിവസമായിരിക്കും, അത് കഴിഞ്ഞ് വരുന്ന ദിവസമായിരിക്കും 5, 6, 7 ദിവസം. അങ്ങനെയുള്ളൊരു സമയമൊക്കെയാണ് ഞാൻ കണക്കൂട്ടി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ദിവസങ്ങളെ പറ്റിയാണ് ഞാൻ ഈ കുംഭം, അതായത് ഔട്ടൻ, ചതയം, പൂരോരട്ടാതി എന്ന നക്ഷത്രക്കാർക്ക് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തായാലും ശുഭഫലങ്ങൾ വന്നിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.